ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ നോട്ട് 13 Pro Plusന്റെ ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ഒക്കെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണോ, ജസ്റ്റ് ബാക്കിൽ ഡബിൾ ടാപ്പ് ചെയ്യാൻ പോവാണ്. ഉണ്ടോ, ഇൻസ്റ്റന്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു. ഇനി ബാക്കിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യണം ഒരു കാൽക്കുലേറ്ററിന് വേണ്ടി. 1 2 3 യു ക്യാൻ സി ഇൻസ്റ്റന്റ് ആയിട്ട് കാൽക്കുലേറ്റർ വന്നു. ഇനി ഞാൻ ഫോൺ ലോക്ക് ആയിരിക്കുന്ന സമയത്ത് വോളിയം ഡൗൺ ബട്ടൺ ഡബിൾ പ്രസ് ചെയ്യാൻ പോവാണ്. അപ്പൊ തന്നെ നമ്മുടെ ക്യാമറ വരും. കണ്ടോ, ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ക്യാമറ ഓപ്പൺ ആയി. ഇനി ഫ്ലാഷ് ലൈറ്റ് വേണോ, ജസ്റ്റ് ബാക്ക് പോവുക. അഗെയിൻ ലോക്ക് സ്ക്രീനിൽ നമ്മുടെ പവർ ബട്ടൺ ഡബിൾ പ്രസ് ചെയ്യുക. യു ക്യാൻ സി ഇൻസ്റ്റന്റ് ആയിട്ട് ഫ്ലാഷ് ലൈറ്റ് ആണ്, ജസ്റ്റ് ഓഫ് ആക്കാൻ ഡബിൾ പ്രസ് അഗെയിൻ. കണ്ടോ. സോ എങ്ങനെയാണ് ഈ ഫീച്ചേഴ്സ് സെറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവുക, അഡീഷണൽ സെറ്റിംഗ്സ് എടുക്കുക. അതിനകത്ത് ജസ്റ്റ് ഷോർട്ട് കട്ട്സിനകത്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം കിടക്കുന്നത്. നമുക്ക് സോ സ്റ്റാർട്ടിങ് ഓഫ് ഫ്രം ദ ലോഞ്ച് ഗൂഗിൾ അസിസ്റ്റന്റ്. സോ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് നിങ്ങൾ നോക്കിയറിയാം. കണ്ടോ, അപ്പൊ തന്നെ നമ്മുടെ ഈ ഗൂഗിൾ അസിസ്റ്റന്റ് വരും. അത് മാറ്റാൻ വേണ്ടി ജസ്റ്റ് ഇത് ടേൺ ഓഫ് ചെയ്യുക. അപ്പൊ തന്നെ നമ്മുടെ പവർ മെനു വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, പവർ മെനു എടുക്കാനുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പവർ വോളിയം അപ്പ് ആൻഡ് പവർ മെനു ഒരുമിച്ച് വെക്കുക. കണ്ടോ, അപ്പൊ തന്നെ നമുക്ക് റീബൂട്ടിനുള്ള ഓപ്ഷൻ വരും, പവർ ഓഫിനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, സോ നെക്സ്റ്റ് അഗെയിൻ ഗോയിങ് ടു ദ അഡി സെറ്റിംഗ്സ്, ജസ്റ്റ് ഷോർട്ട് കട്ട്സ്. നെക്സ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ജസ്റ്റ് 3 ഫിംഗർ സ്വൈപ്പ് ഡൗൺ ആണ് സ്ക്രീൻഷോട്ട്. ആൻഡ് അല്ലാണ്ട് മാനുവലായിട്ട് എടുക്കാൻ വേണ്ടി പവർ ബട്ടണും വോളിയം ഡൗണും ആണ്. കേട്ടോ, സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി പാർഷ്യൽ സ്ക്രീൻഷോട്ട്, ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ ഒരു പേജിനകത്ത് ഇത്രയും ഭാഗത്ത് നിന്ന് കോൺഫിഡൻഷ്യൽ ആയിട്ടുണ്ട്, ഇത്രയും ഭാഗം മാത്രം ഷെയർ ചെയ്താൽ മതിയെങ്കിൽ ജസ്റ്റ് 3 ഫിംഗർ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഒരു ഡ്രാഗബിൾ ഏരിയ വരും. ഏത് ഏരിയ ആണോ വേണ്ടത് ആ ഏരിയ മാത്രം ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്യുക. അതിന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കണ്ടോ, ഇങ്ങനത്തെയൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഷേപ്സ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ലോഞ്ച് ക്യാമറ, അത് എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഓപ്ഷനിലായിരിക്കും. കാരണം ഡബിൾ പ്രസ് ദ പവർ ബട്ടണിൽ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഫ്ലാഷ് ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരെണ്ണത്തെ ടൈം പറ്റുള്ളൂ. ഓക്കെ, സോ ഇത് കസ്റ്റമൈസേഷൻ ഇല്ല, ഇത് ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ പ്രസ് ദ വോളിയം ഡൗൺ, സ്ക്രീൻ ഈസ് ലോക്ക് ഫോർ ക്യാമറ. ഓക്കെ, നെക്സ്റ്റ് ഫ്ലാഷ് ലൈറ്റ് ഡബിൾ പ്രസ് ദ പവർ ബട്ടൺ. പക്ഷേ ബാക്കി രണ്ട് ഫീച്ചേഴ്സ്, ബാക്ക് ടാപ്പിന് ഡബിൾ ടാപ്പും ട്രിപ്പിൾ ടാപ്പും നമുക്കൊരു കസ്റ്റമൈസേഷൻ ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡബിൾ ബാക്ക് ടാപ്പ് ഇപ്പോൾ കിടക്കുന്ന സ്ക്രീൻഷോട്ട് ആണ്. അതിന് പകരം ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ട്. കൺട്രോൾ സെന്റർ, നോട്ടിഫിക്കേഷൻ ഷെയ്ഡ്, ലോഞ്ച് ക്യാമറ. ഓക്കെ, ഞാൻ ലോഞ്ച് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ഷോർട്ട് കട്ട്സ് ഉള്ളതുകൊണ്ടാണ്. കൺട്രോൾ സെന്റർ ഡബിൾ ടാപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കൺട്രോൾ സെന്റർ വരുന്നു. സോ അങ്ങനെ നമുക്ക് അതേപോലെ ട്രിപ്പിൾ ടാപ്പിലും നമുക്ക് ആ സെയിം സെറ്റിൽ ഓഫ് ഫംഗ്ഷൻസ് ആണ് കിട്ടുക. സോ ഇത്ര നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MI കോൾ റെക്കോർഡിംഗ് അവൈലബിൾ റെഡ്മി നോട്ട് 13 Pro Plus. യെസ്, യു ക്യാൻ സി ഡയലർ ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക, സെറ്റിംഗ്സിൽ പോവുക. ആൻഡ് യു ക്യാൻ സി കോൾ റെക്കോർഡിംഗ് ഉണ്ട്, ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക. റെക്കോർഡ് ഓൾ കോൾസ് ഓട്ടോമാറ്റിക്കലി ആണ്. ഇനി നമുക്ക് അവിടെ കസ്റ്റമൈസേഷൻ ഉണ്ട്. സെലക്റ്റഡ് നമ്പേഴ്സ് കൊടുക്കാം. അതിനകത്ത് കസ്റ്റം ലിസ്റ്റ്, നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കോൺടാക്ട്സിന്റെ മാത്രം സെറ്റ് ചെയ്യാൻ മതി. കസ്റ്റം ലിസ്റ്റ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് കോൺടാക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അൺനോൺ നമ്പേഴ്സ്, നമുക്ക് പരിചയ നമ്പേഴ്സിനുള്ള കോൾസ് മാത്രം റെക്കോർഡ് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഡയറക്ടറി സെലക്ട് ചെയ്യാം. സോ ഇത്ര ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. ജസ്റ്റ് അഗെയിൻ ഗോയിങ് ബാക്ക് ടു സെയിം ലൊക്കേഷൻ. സോ ഐഡി സെറ്റിംഗ്സിനകത്ത് ജസ്റ്റ് ഷോർട്ട് കട്ട്സ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇഗ്നോർ ആക്സിഡന്റ് ടച്ചസ് ഓൺ ദ എഡ്ജസ്, ദാറ്റ് മീൻസ് നമുക്ക് കസ്റ്റം കൊടുക്കാൻ പറ്റും. അപ്പൊ എന്തോ ഒരു സ്ഥലത്ത് ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരാൻ പാടില്ല. ഇവിടെ ടച്ച് ചെയ്ത് ഒന്നും വരാൻ പാടില്ല. ആ റെഡ് ഐക്കണാണ് കാണിക്കുന്നത്. അത് നമുക്ക് ബിഗ് ഏരിയ കൊടുത്ത് ഏറ്റവും വലുതായിട്ടുണ്ടാവും, സ്മോൾ ഏരിയ ഓർ കസ്റ്റം. ബൈ ഡീഫോൾട്ട് ആയിട്ട് ഒരു മിനിമം ഇത്രോ ഏരിയാസ് കണ്ടോ, ആ റെഡ് ലൈറ്റ് പയ്യെ കാണിക്കുന്ന അത്രോ ഏരിയാസിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് അവിടെ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റം കൊടുത്തിട്ട് ഉണ്ടോ കുറച്ചാൽ മതി. അപ്പോൾ ഫുൾ ഇമ്മേഴ്സീവ് ആയിട്ട് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഞാൻ ഡീഫോൾട്ട് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വിക്ക് ബോൾ അഥവാ അസിസ്റ്റീവ് ടച്ച് എന്ന് പറയുന്നത് ഐഫോൺസിലേക്ക് കണ്ടുവരുന്നത്. സോ ഈ ഫംഗ്ഷൻ ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ചെറിയൊരു ഐക്കൺ കണ്ടോ അവിടെ, അത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. പവർ ബട്ടൺ എവിടെയാണ് കിടക്കുന്നത് അവിടെ തന്നെ കൊണ്ടിടുക. അപ്പോൾ നിങ്ങൾക്കത് ചെറിയൊരു ഐക്കൺ ആയാലും കറക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏകദേശം ആ പവർ ബട്ടൺ അവിടെ ഞെക്കി കഴിഞ്ഞാൽ സംഭവം വരും. കണ്ടോ, ഇനി എപ്പോഴും നിങ്ങൾക്ക് ഈ ബോൾ പോലെ വന്നെങ്കിൽ സ്റ്റിക്ക് ടു എഡ്ജ് ആഫ്റ്റർ 3 seconds ഓഫ് ഇനാക്ടിവിറ്റി ജസ്റ്റ് ഓഫ് ചെയ്ത്. ഇപ്പോൾ കണ്ടോ ഐക്കൺ ആണ്, അത് മാറി കേട്ടോ, ബോളായി. പക്ഷെ അത് ഒരു രസമില്ല, ഇത് തന്നെ ആയിരിക്കും നൈസ്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിനകത്ത് ഷോർട്ട് കട്ട്സ് സെലക്ട് ചെയ്യാൻ പറ്റും. സോ സെലക്ട് ഷോർട്ട് കട്ട്സ് കൊടുക്കുക, ജസ്റ്റ് ഹോം ടാപ്പ് ചെയ്യുക. എന്നുവെച്ചാൽ സെലക്ട് ചെയ്ത ഷോർട്ട് കട്ട്സ് ടാപ്പ് ചെയ്ത് കണ്ടോ എല്ലാം കുറേ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ആപ്സ് വേണമെങ്കിൽ ആപ്സ് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള ആപ്സ് ഇട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വാട്ട് വി കോൾ യൂട്യൂബ് ആണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ക്രോമിൽ നിൽക്കുകയാണ് യൂട്യൂബിൽ പോകണം, ജസ്റ്റ് ആ പവർ ബട്ടൻ്റെ ഏകദേശം ആ ഏരിയയിൽ ഇങ്ങനെ ബ്ലാങ്കറ്റ് ടാപ്പ് ചെയ്യുക, അപ്പം തന്നെ വന്നോളും.
ഓക്കെ, എന്നിട്ട് യൂട്യൂബ് എടുക്കുക. ഇനി വേറെ ആപ്സ് ഇട്ട് വേണമെങ്കിൽ ഇവിടെ തന്നെ ഇപ്പോൾ ഉള്ളത് ഷോർട്ട് കട്ട്സ് ആണ്. ലോക്ക് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്, സ്ക്രീൻഷോട്ടൊക്കെ എളുപ്പം എടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ആക്സിഡന്റ് ആവശ്യമില്ല. സോ അതൊന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്സ് സെറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടോ ആപ്സ് ടാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാൽക്കുലേറ്റർ ആണോ, കലണ്ടർ ആണോ, ക്രോം ആണോ, ഇഷ്ടമുള്ള ആപ്സ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ബ്ലൂടൂത്ത് ആണ് എപ്പോഴും ആക്സസ് ചെയ്യുന്നത്, മൊബൈൽ ഡാറ്റ ആണ് ആക്സസ് ചെയ്യണേ, അങ്ങനത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലിട്ട് ആക്സസ് ചെയ്യില്ല. ഓക്കെ, ഉണ്ടോ ജസ്റ്റ് ടാപ്പ് ചെയ്ത് മൊബൈൽ ഡാറ്റ എനിക്ക് ഇവിടുന്ന് തന്നെ ഓൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്രോം ആണ് ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, സോ അഗെയിൻ ഗോയിങ് ബാക്ക്. സോ അതാണ് നമ്മുടെ ക്വിക്ക് ബോൾ എന്ന് പറഞ്ഞ ഫീച്ചർ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ 100 മോഡാണ്. സോ ഇഫ് യു ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഹോമിൽ നിന്ന് ജസ്റ്റ് ലെഫ്റ്റ് ഇട്ട് സ്വൈപ്പ് ചെയ്ത് 100 മോഡായി. കണ്ടോ, ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്താൽ തിരിച്ച് 100 മോഡ് മാറി നോർമൽ മോഡായി. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ റെക്കോർഡിന് കുറേ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ മേക്ക് ഷുവർ യു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫ്ലോട്ടിംഗ് വിൻഡോസ് ആണ്. സോ ഇതിനകത്തൊരു സ്മാർട്ട് സൈഡ് ബാർ എன்ற ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ സൈഡിലൊന്നും ഇല്ലല്ലോ. ഇഫ് ഐ ജസ്റ്റ് ഷോ ദിസ് വൺ, അതിപ്പോൾ തന്നെ ഒരു ചെറിയൊരു ബാർ വന്നുണ്ടോ. ആൻഡ് ഈ ബാറിൽ എന്ത് ആപ്പ് ഓപ്പൺ ചെയ്താലും അത് നേരെ പോപ്പ് വിൻഡോ വന്നോളും. സോ നോക്കിയാൽ ഉണ്ടോ, ചെറിയ സ്മോൾ വിൻഡോ വരും. ആ വിൻഡോ നമുക്കത് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ എവിടെ വേണമെങ്കിലും ഡ്രാഗ് ചെയ്യാം. പിന്നെ നമുക്ക് സൈസ് കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ, സൈസ് കൂട്ടാൻ കുറയ്ക്കാൻ അങ്ങനത്തെ ഓപ്ഷൻ പറ്റും. ആൻഡ് ജസ്റ്റ് താഴെ നിന്ന് മേളിട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോകുള്ളൂ. ഉണ്ടോ, സിമ്പിളാണ്. ജസ്റ്റ് ഇവിടുന്ന് ഏത് ആപ്പ് വേണമെങ്കിലും സെലക്ട് ചെയ്യുക. അത് ഇപ്പോൾ ഗാലറി എടുക്കാം. ഉണ്ടോ, ഗാലറി സെയിം രീതി തന്നെ റീസൈസും കാര്യങ്ങളും ഇപ്പോൾ എല്ലാം പറ്റും. ഇനി വേറെ രീതിയിൽ നമുക്ക് ഇത് സെയിം സംഭവം ചെയ്യാൻ പറ്റും. നമ്മൾ റീസൺസ് എടുക്കുക. ഇപ്പോൾ നമുക്ക് ക്രോം ആണ് പോകുന്നത്. ക്രോമിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് ഫ്ലോട്ടിംഗ് വിൻഡോസിൻ്റെ ഓപ്ഷൻ. അഗെയിൻ ടാപ്പ് ചെയ്യുക. സെയിം ഫംഗ്ഷൻ തന്നെയാണ്. സോ രണ്ട് രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അത് എവിടെ അനോയിങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് മാറ്റിയിട്ട് നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇനി നിങ്ങൾക്ക് ഒരു എഡ്ജ് ആപ്സ് പോലെ യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആപ്സ്, കാരണം ഇവിടെ നമുക്ക് ഒരു 5 ആപ്പാണല്ലോ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു ആപ്പ് ഇട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ഉള്ള എല്ലാ ആപ്സും ഇവിടുന്ന് തന്നെ എല്ലാ ആപ്സും ജസ്റ്റ് പ്ലസ് കൊടുക്കുക. ഉണ്ടോ, വേണ്ട ബാക്കിയുള്ള ആപ്സ് ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട ബാക്കിയുള്ള ആപ്സ്. അത് ജസ്റ്റ് റാൻഡായിട്ട് ഇഷ്ടമുള്ള ആപ്സ് മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, അത് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്സ് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഫസ്റ്റ് തന്നെ ആ പേജിൽ വന്ന രീതി, ദാറ്റ് മീൻസ് വൺ സ്വൈപ്പിൽ തന്നെ വൻ രീതിയിൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റും. സോ വിച്ച് ഈസ് റിയലി കൂൾ. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൊക്കോളും. ഓക്കെ, ആൻഡ് അഗെയിൻ ഗോയിങ് ടു സെലക്ട് ലൊക്കേഷൻ, ആഡ് യൂസ് സെറ്റിംഗ്സ്, ആൻഡ് ദാറ്റ് വാസ് ദ ഫ്ലോട്ടിംഗ് വിൻഡോസ്. ആൻഡ് നെക്സ്റ്റ് മെമ്മറി എക്സ്റ്റൻഷൻ. ആക്ച്വലി ഇപ്പം എന്തിരിക്കുന്നത് നമ്മുടെ 8GB 256 വേരിയന്റ് ആണ്. ഓക്കെ, അത് മാറ്റിയിട്ട് നമുക്ക് 8GB നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ദാറ്റ് മീൻസ് ടോട്ടൽ 16GB റാം ആക്കാനുള്ള ഓപ്ഷൻ. പക്ഷേ 256 8GB പോകും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് സ്പേസ്. ദാറ്റ് മീൻസ് ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ദാറ്റ് മീൻസ് രണ്ടാമതൊരു ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഫോൺ യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെക്കൻഡറി ആയിട്ട് ഫേസ്ബുക്ക്, ഇപ്പോൾ ഫേസ്ബുക്ക് 1 ഫേസ്ബുക്ക് 2 നിങ്ങളുടെ പ്രൈമറി ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഫേസ്ബുക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് യൂസ് ചെയ്യുക. ആൻഡ് സെപ്പറേറ്റ് ഒരു ഗാലറി മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വർക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ ചെയ്യണ്ടോ. 2 സ്പേസസ് 1 ഡിവൈസ്. ജസ്റ്റ് ഞാൻ കണ്ടിന്യൂ കൊടുത്തു. യൂസിങ് എ പാസ്വേഡ്, സെറ്റ് നൗ. സോ ഫസ്റ്റ് പാസ്വേഡ് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല ഇതുവരെയും. സോ ലെറ്റ് മീ ക്രിയേറ്റ് എ ബൈ പാറ്റേൺ. സോ നോട്ട് നൗ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം ഫോർ ദ പ്രൈമറിക്ക് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, സോ ഇതാണ് എൻ്റെ പ്രൈമറിൻ്റെ പാറ്റേൺ. ഓക്കെ, ഡൺ ആയി. സോ ഡ്രോ യുവർ പാറ്റേൺ. ഓക്കെ, ഇനി നമ്മളെ സെക്കൻഡ് സ്പേസിന് വേണ്ടി പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അനന്തര പാറ്റേൺ ആയിരിക്കണം. ഓക്കെ, ഡൺ. ഓക്കെ, സോ സെക്കൻഡറി ഇപ്പോൾ ഫിംഗർ പ്രിന്റ് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഫോർ ദ മൊമെന്റ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ കേട്ടോ, ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് സ്പേസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ എൻ്റെ ഗാലറിന് കംപ്ലീറ്റ്ലി ഒരു കണ്ടന്റ് ഉണ്ടാവില്ല. ഫ്രഷ് ഗാലറിയാണ്. ഒരു ഡേറ്റാസും ആപ്സും ഞാൻ മറ്റേ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ആപ്സും ഉണ്ടാവില്ല. ഫ്രഷ് ആൻഡ് കംപ്ലീറ്റ് ആയിരിക്കും. ഈവൻ അക്കൗണ്ട്സ് പോലും ഉണ്ടാവത്തില്ല. ആൻഡ് ഇനി പഴയത് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തിട്ട് എൻ്റെ ആദ്യത്തെ പാറ്റേൺ അടിച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഉണ്ടോ ഇപ്പോൾ പോകാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് അക്കൗണ്ടിട്ട് പോകണ്ടോ. ഫസ്റ്റ് അക്കൗണ്ട് ഞാൻ ഗാലറി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഓക്കെ, സോ ഗാലറി ഉണ്ടോ, യു ക്യാൻ സി ഉണ്ടോ, ആ നമ്മൾ ടേക്ക് സ്ക്രീൻഷോട്ട് ചെയ്തൊക്കെ കിടപ്പുണ്ട്. ആൻഡ് എഗെയിൻ എനിക്ക് മറ്റേ സ്പേസ് ഇട്ടുകൊണ്ട് ആപ്സ് ഉണ്ടോ, എത്ര ആപ്സ് ബബിൾ ഷൂട്ടുള്ള ആപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ലോക്ക് ചെയ്തു. അൺലോക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് എഗെയിൻ ഞാൻ നമ്മുടെ സെക്കൻഡ് സ്പേസിൻ്റെ പാസ്വേഡ് അടിക്കുകയാണ്. ആൻഡ് നൗ യു ക്യാൻ സി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സെക്കൻഡ് സ്പേസ് ഇട്ട് സ്വിച്ച് ആയി. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്സ്, ഫയൽസ് എല്ലാം കണ്ടന്റ് സെപ്പറേറ്റ് ആയിട്ട്. സോ രണ്ടായിട്ടൊരു പേഴ്സണൽ സ്പേസും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വേറൊരു സ്പേസും നിങ്ങൾക്ക് ഒറ്റ ഫോണിൽ തന്നെ നടക്കും. വിച്ച് ഇസ് റിയലി കൂൾ. സോ അഗെയിൻ ഗോയിങ് ബാക്ക് ടു ദ ഫസ്റ്റ് സ്പേസ്. സോ ഓക്കെ, ഇറ്റ്സ് ഡൺ. ഓക്കെ,
സോ അഗെയിൻ ഗോയിങ് ബാക്ക് ടു സെയിം ലൊക്കേഷൻ. സോ വാട്ട് ഈസ് സെറ്റിംഗ്സ് ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഉള്ളത് നമ്മുടെ ഹേർട്ട് റേറ്റ് സെൻസർ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ടാപ്പ് ചെയ്യാം. സോ സ്റ്റാർട്ട്, ഹലോ, ലെറ്റ്സ് സീ. 15 സെക്കൻഡ്സ് ആണ് എസ്റ്റിമേഷൻ കാണിക്കുന്നത്. ഡോണ്ട് മൂവ് യുവർ ഫിംഗർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സീ 73. ഓക്കെ, 73 തന്നെ ആയിരിക്കും. 96 ഒറ്റ അടിക്കും. ഓക്കെ, എനിവേസ് ഒരു സംഭവം ഒരു ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഹേർട്ട് റേറ്റ് സെൻസർ എന്ന് പറഞ്ഞിട്ട്. ആപ്പ് ലോക്ക് ആണ്. സോ ജസ്റ്റ് സെറ്റിംഗ്സിനകത്ത് ആപ്സ് തന്നെ കിടപ്പുണ്ട്. ആപ്പ് ലോക്ക് അവിടെ തന്നെ കിടപ്പുണ്ട്. സോ ജസ്റ്റ് ടേൺ ഓൺ കൊടുക്കുക ആൻഡ് കണക്ട് അറ്റ്ലീസ്റ്റ് 4 ഡോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ഡ്രോ ചെയ്യാം. നോട്ട് നൗ. ഓക്കെ, സോ ലോക്ക് ചെയ്യേണ്ട ആപ്സ് പറഞ്ഞിട്ടുണ്ട്. സോ ദീസ് ആർ ദ ആപ്സ്. സോ ഞാൻ ജസ്റ്റ് ഫേസ്ബുക്കും ഫയൽ മാനേജർ ക്രോം ആണ് സെറ്റ് ചെയ്തേക്കണേ. ആൻഡ് യൂസ് ആപ്പ് ലോക്ക് കൊടുത്തു. ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഫോർ ദ മൊമെന്റ് ഞാൻ ജസ്റ്റ് ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, ആൻഡ് വെരി നെക്സ്റ്റ് ടൈം ഞാൻ ആപ്പ് ലോക്ക് ചെയ്യുമ്പോൾ എൻ്റെ പാറ്റേൺ ചോദിക്കുന്നുണ്ട്. സോ ഞാൻ പാറ്റേൺ ഡ്രോ ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ഡൺ. പക്ഷെ ദ വെരി നെക്സ്റ്റ് ടൈം ഇഫ് ഐ ഓപ്പൺ ദ ഗാലറി ഉണ്ടോ, എഗെയിൻ ആപ്പ് ഓപ്പൺ തന്നെയാണ് ഇരിക്കണേ. പക്ഷെ എന്തേ ഒന്ന് ലോക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഗാലറി ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഞാൻ ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ എഗെയിൻ ലോക്ക് ആയി. സോ എങ്ങനെയാണ് എപ്പം ലോക്ക് ചെയ്താലും എപ്പോൾ നമ്മൾ ആപ്പ് എക്സിറ്റ് ചെയ്താൽ അപ്പോൾ ലോക്ക് ചെയ്യണമെങ്കിൽ എഗെയിൻ നമ്മുടെ ആപ്പ് ലോക്കിന്റെ ഓപ്ഷനിൽ തന്നെ പോവുക. അവിടെ ലോക്ക് ആപ്പ് വെൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. സോ യു ക്യാൻ സി സെറ്റിംഗ്സ് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ലോക്ക് സെറ്റിംഗ്സ് ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. വെൻ ദ ഡിവൈസ് ഈസ് ലോക്ക്ഡ് ഓർ ആഫ്റ്റർ എക്സിറ്റിംഗ് ദ ആപ്പ്. സോ ഈച്ച് ആൻഡ് എവറി ടൈം നിങ്ങൾ എപ്പോഴൊക്കെ ആപ്പ് എക്സിറ്റ് ചെയ്ത് ലൈക്ക് ദിസ്. സോ ഗാലറി തുറന്നു, പാറ്റേൺ അടിച്ചു, എക്സിറ്റ് ആയി. ഞാൻ ജസ്റ്റ് ഹോമോ ബാക്ക് അടിച്ചു, എഗെയിൻ ഗാലറി തുറന്നു. കണ്ടോ, ഈച്ച് ആൻഡ് എവറി ടൈം നമ്മളെ പാറ്റേൺ ചോദിക്കും. നിങ്ങൾക്ക് അവിടെ ഫിംഗർ പ്രിന്റ് വേണമെങ്കിൽ അവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ഫിംഗർ പ്രിന്റ് ലോക്കും ഫേസ് അൺലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റ് വെച്ചും ഫേസ് അൺലോക്ക് വെച്ചും നിങ്ങൾക്ക് നമ്മുടെ വാട്ട് വി കോൾ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പാറ്റേൺ അടിക്കുന്നത് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് കണ്ടോ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പാറ്റേൺ അടിക്കുന്നത് കാണാൻ പറ്റും. ഇനി അതും കൂടെ ഹൈഡ് ചെയ്യണമെങ്കിൽ സോ അഗെയിൻ ഇവിടെ ഒരു ഓപ്ഷനിൽ പോവുക. അവിടെ ഷോ പാറ്റേൺ ജസ്റ്റ് ഓഫ് ചെയ്യുക. നൗ യു ക്യാൻ സി ഉണ്ടോ, ജസ്റ്റ് വെരി നൈസ് ആയിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ദ ആപ്പ് ലോക്ക് ഫീച്ചർ. ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഡുവൽ ആപ്പ്. ദാറ്റ് മീൻസ് 2 ഫേസ്ബുക്ക് 2 വാട്സപ്പ് അങ്ങനത്തെ യൂസ് ചെയ്യുന്നതാണെങ്കിലാണ്. സോ ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കുക. ഫേസ്ബുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഏതൊക്കെ ആപ്പ് സപ്പോർട്ടഡ് ആയിട്ടുണ്ടോ അതെല്ലാം ലിസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് സപ്പോർട്ട് ആപ്സ് ടാപ്പ് ചെയ്യുക, ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക. അപ്പം തന്നെ നമുക്ക് 2 ഫേസ്ബുക്ക് 2 വാട്സപ്പ് അങ്ങനത്തെ സപ്പോർട്ട് ആപ്സ് എല്ലാം രണ്ടെണ്ണമായിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എവിടെ നമ്മുടെ ആപ്പ് അല്ലാണ്ട് ഫയൽസ് ഫോട്ടോസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ വേറൊരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പാസ്വേഡ് സെക്യൂരിറ്റി എടുക്കുക. അതിനകത്തുണ്ടല്ലോ ഈ പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. യൂസ് പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് കൊടുക്കുക. സോ ഡ്രോ എ പാറ്റേൺ. സോ ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഓക്കെ നെക്സ്റ്റ് കൊടുത്തു. നൗ യു ക്യാൻ സീ കണ്ടോ, മെസ്സേജസ് ഫോട്ടോസ് ഫയൽസ് നോട്ട്സ് ഇവിടെ തന്നെ ഹൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഫോട്ടോസ് എടുത്തു, നേരെ നമ്മുടെ ഗാലറി ഇട്ടിട്ട് പോണ്. യൂസ് കൊടുത്തു. സോ ഗാലറി ഇവിടെ ലോക്കഡ് ആയിരുന്നു, ഗാലറിയുടെ ഇത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ ക്രോമിന്റെ സ്ക്രീൻഷോട്ട് വെച്ച് ബാക്കി 3 എണ്ണവും ഹൈഡ് ചെയ്യാൻ പോകാം കേട്ടോ. ആൻഡ് ആഡ് ടു ആൽബം, പ്രൈവറ്റ് ആൽബം. ഓക്കെ ഉണ്ടോ, ഇപ്പൊ ജസ്റ്റ് ആ ക്രോമിന്റെ ആ ഒറ്റ സ്ക്രീൻഷോട്ട് മാത്രമേ ബാക്കി എല്ലാം പോയി. ഇനി എങ്ങനെയാണ് ആക്സസ് ചെയ്തത്? നേരെ തിരിച്ചാ ലൊക്കേഷനിൽ പോകുന്നു വേണ്ട. ജസ്റ്റ് ഗോ ബാക്ക്, ഗാലറി നിന്ന് എടുക്കാം. ഓക്കെ, ആൽബംസ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്വൈപ്പ് ഡൗൺ ചെയ്യുക. അപ്പോഴത്തേക്കും ഉണ്ടാവും റിലീസ് ടു ഓപ്പൺ പ്രൈവറ്റ് ഫോൾഡ്. ജസ്റ്റ് സ്വൈപ്പ് നിൽക്കുക, കൈ വിടുക. അപ്പോൾ തന്നെ പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് ചോദിക്കും. പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് അടിക്കുക. യു ക്യാൻ സി ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ലോക്ക് ചെയ്ത ദാറ്റ് മീൻസ് ഹൈഡ് ചെയ്ത അവിടെ കിടപ്പുണ്ടാവും, ഫോട്ടോസ് അവിടെ കിടപ്പുണ്ടാവും. ജസ്റ്റ് അത് അൺഹൈഡ് ചെയ്യണം. ജസ്റ്റ് 2 സെലക്ട് ചെയ്യുക. റിമൂവ് ഫ്രം പ്രൈവറ്റ് ആൽബം കൊടുക്കുക. എങ്ങോട്ടാണ് വേണ്ടത്, സ്ക്രീൻഷോട്ട് ആൻഡ് സ്ക്രീൻ റെക്കോർഡിംഗ്സ് ആണെങ്കിൽ ജസ്റ്റ് ഗോ ബാക്ക്. യു ക്യാൻ സി ഉണ്ടോ, തിരിച്ച് നമ്മുടെ ഗാലറി തന്നെ വന്നിട്ടുണ്ട്. സോ ഇൻ ദി സെയിം വേ ഈ രീതി തന്നെ നമുക്ക് വാട്ട് വി കോൾ നമ്മുടെ ഫയൽസും ഹൈഡ് ചെയ്യാൻ പറ്റും. പ്രൈവസി സെക്യൂരിറ്റി പ്രൈവസി പ്രൊട്ടക്ഷൻ ഉണ്ടോ, നമ്മുടെ മെസ്സേജസ് ഫോട്ടോസ് ഫയൽസ് ആൻഡ് നോട്ട്സ് നമുക്ക് ഈ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിന്റ് ഓൺ ചെയ്ത ഫിംഗർ പ്രിന്റ് വൈസും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ലോക്ക് സ്ക്രീൻ ആണ്. ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ തന്നെ കാണിച്ചു തരാം. റൈസ് ടു വേക്ക് ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക. ആൻഡ് ദെൻ നമ്മുടെ പാസ്വേഡ് സെക്യൂരിറ്റി പോവുക. എന്നിട്ട് നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ ഓൺ ആക്കുക. സോ പാറ്റേൺ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ മെയിൻ പാറ്റേൺ ആണ്. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് ഫേസ് സെക്ഷൻ സെറ്റ് ചെയ്യുക. സോ ഫേസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഡൺ കൊടുത്തു.
ആൻഡ് ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റേ ഓൺ ലോക്ക് സ്ക്രീൻ ആഫ്റ്റർ അൺലോക്കിംഗ്. സോ ഇതിപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ, ഞാൻ കാണിച്ചു തരുന്ന സംഭവം. സോ ഞാൻ ജസ്റ്റ് റേസ്റ്റ് വേക്ക് ഓൺ ആണല്ലോ, സോ ഞാൻ ജസ്റ്റ് ഫോൺ ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ യു ക്യാൻ സി ഫേസ് വെച്ചിട്ട് അൺലോക്ക് ആയി. പക്ഷേ ഇതുണ്ട്, സ്വൈപ്പ് ചെയ്താൽ മാത്രമാണ് ഹോം ഇട്ട് പോകുള്ളൂ. ആൻഡ് ഇപ്പം ഞാൻ ഇതും കൂടെ ഓഫ് ചെയ്യാൻ പോട്ടോ, സ്റ്റേ ഓൺ ലോക്ക് സ്ക്രീൻ ആഫ്റ്റർ അൺലോക്കിംഗ് ഓഫ് ചെയ്തു. ഇനി വാട്ട് ഹാപ്പൻസ് ഈസ് ജസ്റ്റ് ഒരു ബട്ടൺ പോലും പ്രസ് ചെയ്യാൻ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഫോൺ എടുക്കുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് ഡയറക്റ്റ് നമ്മുടെ ഹോം സ്ക്രീൻ വരുന്നു. സോ ദാറ്റ് ഈസ് റിയലി ഫാസ്റ്റ്. ഓക്കെ, സോ ദാറ്റ്സ് അനദർ തിങ്. ആൻഡ് ഇൻ ദ സെയിം വേ നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനറിന്റെ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് സെറ്റ് ചെയ്യാം. എത്ര ടൈം എടുക്കും നോക്കാം, ഫാസ്റ്റ് ആണോ. ഓക്കെ, ഓക്കെ ഡൺ. ഓക്കെ ഓക്കെ, ഫാസ്റ്റ് ഉണ്ടോ, ജസ്റ്റ് റാപ്പിഡ് ചെയ്ത് നോക്കാം. ഓക്കെ, പെർഫെക്റ്റ്. Okay, next let's go back to the always on display and lock screen, and അത് ഫസ്റ്റത്തെ ഓപ്ഷൻ always on display. So just turn on ചെയ്യുക, and ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ആൻഡ് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. ആൻഡ് അവിടെ തന്നെ ടെക്സ്റ്റ് കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പിന്നെ ക്ലോക്കിന്റെ സ്റ്റൈൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പിന്നെ ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ വേണോ, നോട്ടിഫിക്കേഷൻസ് വേണോ, പിന്നെ കളർ ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ആണോ ടൈം അനുസരിച്ച്, അതൊക്കെ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്യുക, ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഓപ്ഷൻ ഈസ് അവൈലബിൾ. അവിടെ ആൻഡ് സ്ലീപ്പ് 1 minute ഓഫ് ഇൻആക്ടിവിറ്റി ആണോ അതോ ഇൻസ്റ്റന്റ് സ്ലീപ്പ് ആവണോ, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഗ്ലാൻസ് ഫോർ മൈ, ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ ഫോണിന്റെ ലോക്ക് സ്ക്രീനിൽ ഓരോ തവണ ഓരോ വാൾപേപ്പേഴ്സ് ഇങ്ങനെ മാറി മാറി വരുന്ന സംഭവമാണ്. സോ ജസ്റ്റ് ഇത് ഗ്ലാൻസ് ഇമേജ് കാറ്റഗറീസ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട കാറ്റഗറീസ് മാത്രം സെലക്ട് ചെയ്യുക, അല്ലാത്ത അൺടിക്ക് ചെയ്യുക. ഓക്കെ, സോ അതാണ് എംഐയുടെ ഗ്ലാൻസ് വരുന്നത്. ആൻഡ് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ ലോക്ക് സ്ക്രീനിന്റെ ഫോർമാറ്റ് ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ ക്ലോക്ക് ഇവിടെ തന്നെ, അത് മാറ്റി ഇത് സെൻട്രലൈസ് ആക്കാം, ഇങ്ങോട്ടാക്കാം, പിന്നെ ഇത് ഇങ്ങോട്ടാക്കുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് ഓണർ ഇൻഫോ ഒക്കെ എഴുതാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ജസ്റ്റ് ഗോഡ് ഈസ് ലവ് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കുറച്ച് കസ്റ്റമൈസേഷൻസ് എക്സ്ട്രാ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ കൺട്രോൾ സെന്റർ, സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം ദ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ്. ഇപ്പം നിങ്ങൾ നോക്കിയറിയാം, നോട്ടിഫിക്കേഷനിൽ ഒരു സെറ്റിംഗ്സിന് അയക്കണം, ഒരു ഡൗൺലോഡിന് അയക്കും, പക്ഷെ അതൊരു ഗ്രേയിഷ് ബ്ലാക്ക് ഷെയ്ഡാണ്. പക്ഷെ അത് MIUI കൊടുക്കുമ്പോണ്ടോ അതിന്റെ കളർ മാറി ഗൂഗിള് സെറ്റിംഗ്സിലുള്ള വേറെ കളറായിട്ട് അങ്ങനത്തെ ഒരു കളർഫുൾ ഷെയ്ഡ് ആവുകയാണ് MIUI. പക്ഷെ ആൻഡ്രോയിഡ് ആണെങ്കിൽ കുറച്ചും ഒരു പ്രീമിയം ഒരു ഗ്രേ ഷെയ്ഡ് വരും. ഇനി നെക്സ്റ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എഫക്ട്സ് ഉണ്ടോ, നൈസ് ആയിട്ടുള്ള എഫക്ട്സ് ഒക്കെ ഉണ്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ. സോ ഇറ്റ്സ് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് സെറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു പൾസ് നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ കൺട്രോൾ സെന്റർ സ്റ്റൈൽ. ഇപ്പോൾ നോക്കിയറിയാം ഈ ഒരു ലുക്കാണ്, ഇതാണ് അടിപൊളി. പക്ഷേ അത് പഴയ ലുക്കിന് ആർക്കെങ്കിലും വേണമെങ്കിൽ വേണ്ടി വരില്ല, ബട്ട് സ്റ്റിൽ അതിന്റെ ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്റ്റാറ്റസ് ബാറിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ഓപ്ഷനാണ് നമ്മുടെ ഷോ കണക്ഷൻ സ്പീഡ്. എത്ര MB ഡൗൺലോഡ് നടക്കുന്നു, എത്ര MB അപ്ലോഡ് നടക്കുന്നു അറിയാൻ വേണ്ടി ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ബാറ്ററി ഇൻഡിക്കേറ്റർ. ഇപ്പൊ നമുക്കറിയാം ഇൻഡിക്കേറ്റർ ബാറ്ററിയുടെ ഉള്ളിൽ കാണിച്ചു, മീൻസ് കണ്ടോ 34% ബാറ്ററി ഉള്ളിൽ. ഇത് പുറത്തേട്ട് വരണമെങ്കിൽ ഈ ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ അത് സെപ്പറേറ്റ്. പക്ഷേ സ്പേസ് കൺസ്യൂമിംഗ് ആണ്. സോ നിങ്ങൾക്ക് പേഴ്സണൽ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഇത് ഹൈഡ് നോച്ചിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് അതും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ ആണ്. സ്റ്റാർട്ടിംഗ് ഓഫ് നമുക്ക് ലൈറ്റ് മോഡും ഉണ്ട്, ഡാർക്ക് മോഡ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അത് ഷെഡ്യൂൾ ഫ്രം ടൈം ടു ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ടേൺ ഓൺ കൊടുത്തു, സൺസെറ്റ് സൺറൈസ് ഡീഫോൾട്ട് ആയിട്ട് കിടപ്പുണ്ട്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സമയം രാത്രി കിടക്കുന്ന ഏകദേശം ആ ഒരു നൈറ്റ് ടൈമിൽ മാത്രം മതി, ഇനി ആ സമയത്ത് മാത്രം വയ്ക്കാം. ഓട്ടോമാറ്റിക് ആയിട്ട് രാവിലെ ഇത് ഓഫ് ആവണേ ആ രീതി ഉണ്ടോ, 7 PM to 7 AM അങ്ങനെ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് ഇഷ്ടമുള്ള ടൈം വയ്ക്കാം. അതും അവിടെ അവൈലബിൾ ഉണ്ട്. ആൻഡ് അതിന്റെ ഇനിയും കസ്റ്റമൈസ് ഉണ്ട്, ഏതൊക്കെ ആപ്സ് ഇൻഡിവിജ്വലി ആയിട്ട് ആപ്പിൽ വരെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഡാർക്ക് മോഡ് ഓപ്ഷൻസ്. സോ ഇറ്റ്സ് റിയലി കൂൾ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഈ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ പോലത്തെ ഓപ്ഷൻസ് ആണ്. റീഡിംഗ് മോഡിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് അതിനും രണ്ട് മോഡ്സ് കിട്ടുന്നുണ്ട്, ഒന്ന് സൈക്കിള്, ഒന്ന് ക്ലാസിക്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ, നിങ്ങൾക്ക് കുറച്ച് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്ന കളർ അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് റീഫ്രഷ് റേറ്റ് ഇപ്പൊ കിടക്കുന്നത് ഡീഫോൾട്ട് ആണ്. ഇനി അത് മാറ്റിയിട്ട് കസ്റ്റം കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും മൊമെന്റിൽ ഇപ്പോൾ ഒരു 60 പോലെയാണ് ഫീൽ ചെയ്യുന്നത്, ഒരു ലാഗിനെസ് ഫീൽ ചെയ്യണം, നിങ്ങൾക്ക് അത് കസ്റ്റം കൊടുത്തിട്ട് റീഫ്രഷ് റേറ്റ് ടാപ്പ് ചെയ്ത് 120 ആക്കാം. അപ്പോൾ ഫുൾ ടൈം 120 തന്നെ നടന്നോളൂ. അതിനകത്തും കസ്റ്റമൈസേഷൻ ഉണ്ട്. ഏതൊക്കെ ആപ്സ് 120 യൂസ് ചെയ്യാന്നുള്ള കസ്റ്റമൈസേഷൻ അവിടെ നമുക്ക് കൊടുക്കാം. ജസ്റ്റ് ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്സ് 60 യൂസ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി മാപ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാനുവലായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. കാരണം നല്ല പവർ കൺസ്യൂമിങ്ങും റിഫ്രഷ് റേറ്റിന്റെ ആവശ്യം കുറവുള്ള ഐറ്റംസ് ആണല്ലോ. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് മാനുവലായിട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഹോം സ്ക്രീൻ ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഹോം സ്ക്രീൻ വിത്ത് ആപ്പ് ഡ്രോയർ ഉണ്ട്. മീൻസ് കണ്ടോ ഇപ്പൊ ആപ്പ് ഡ്രോയർ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ആപ്പ് ഡ്രോയർ വേണ്ടെങ്കിൽ സോ ജസ്റ്റ് ഇത് ക്ലാസിക് കൊടുത്താൽ മതി. അപ്പൊ ഹോം ആപ്പ് ഡ്രോയർ ഉണ്ടാവില്ല, ജസ്റ്റ് ഈ ബേസിക് സ്ക്രീൻ മാത്രം ഉണ്ടാവുള്ളൂ. കണ്ടോ എല്ലാം പ്രിയസനായി കണ്ടോ, ആപ്പ് ഡ്രോയർ ഒന്നുമില്ല കണ്ടോ, ജസ്റ്റ് ബേസിക് സ്ക്രീൻ മാത്രം. ഓക്കെ, ബട്ട് ഐ പ്രിഫർ വിത്ത് ദ ആപ്പ് ഡ്രോയർ. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ നൈസ് ആയിട്ട് കാണുന്നൊക്കെ ആയിട്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് -1 സ്ക്രീൻ. ദാറ്റ് മീൻസ് ആപ്പ് വേൾഡ് ആണ്. ദാറ്റ് മീൻസ് ഇതാണ് -1 സ്ക്രീൻ.
ഓക്കെ, ഇനി അത് മാറ്റി നമ്മുടെ ഗൂഗിൾ ഡിസ്കവർ വേണമെങ്കിൽ ആക്കാം. ഓപ്ഷൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സെറ്റിംഗ്സ്, നമ്മുടെ ഹോം സ്ക്രീൻ, അതിനകത്ത് -1 സ്ക്രീൻ ടാപ്പ് ചെയ്യുക, ഗൂഗിൾ ഡിസ്കവർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നൺ വേണമെങ്കിൽ ഒന്നും ആവില്ല, ലെഫ്റ്റ് ആയിട്ട് പോകത്തേയില്ല. അതും ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇപ്പോൾ നോക്കിയാൽ ഞാൻ ബട്ടൺസ് ആണ് യൂസ് ചെയ്യണത്. അത് മാറ്റിയിട്ട് നമ്മുടെ ജസ്റ്റേഴ്സ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇത് ടാപ്പ് ചെയ്യുക. ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ജസ്റ്റർ ഗൈഡ് ബാർ എന്ന സാധനം, ഹൈഡ് ഫുൾ സ്ക്രീൻ ഇൻഡിക്കേറ്റർ ഓപ്ഷൻ ഉണ്ട്. അത് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റർ ഗൈഡ് ബാർ പോയിക്കോളും. അപ്പോൾ ഫുൾ ഇമ്മേഴ്സീവ് ഡിസ്പ്ലേ. ഇനി ഇത് ബാക്ക് പോകാനായിട്ട് ഇത് ജസ്റ്റ് ഇത് ഈ റൈറ്റിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്യുക, ബാക്ക് പോയിക്കോളും. ഇനി ഹോം പോകാനായിട്ട് ജസ്റ്റ് ഇത് സ്വൈപ്പ് അപ്പ് ചെയ്യുക, ഹോം പോയിക്കോളും. ഇനി റീസൺസ് പോകാനായിട്ട് സ്വൈപ്പ് അപ്പ് ചെയ്തിട്ട് നടുക്കൊണ്ട് നിർത്തുക, അപ്പോൾ തന്നെ റീസൺസും പോയി. ഇനി ഇത് ആപ്പ് സ്വിച്ചിങ് നല്ല രസമാണ്. ബിക്കോസ് കാണിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ മെസ്സേജസ് നിൽക്കുവാണ്, അടുത്ത ആപ്പ് ഇട്ട് ചെയ്യണ്ടോ, ഇങ്ങനെ നമുക്ക് ആപ്പ് ഇങ്ങനെ പോവാം നൈസായിട്ട്. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് അവൈലബിൾ. ഓക്കെ, സെറ്റിംഗ്സ്, ആൻഡ് ദാറ്റ് വാസ് ഇറ്റ് ഓൾമോസ്റ്റ് ഓൺ ദ ഹോം സ്ക്രീൻ. ആൻഡ് നെക്സ്റ്റ് നമുക്കിപ്പോൾ അറിയാം റീസൺസിനകത്ത് കിടക്കണുണ്ടോ, ഇങ്ങനെ കിടക്കണേ. ഇത് മാറ്റിയിട്ട് അറേഞ്ച് ഐറ്റംസ് ഇൻ റീസൺസ് ഹൊറിസോണലി ആക്കാനുള്ള ഓപ്ഷൻ കണ്ടോ, അത് ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് ഇപ്പോൾ ഇത് 8 GB റാം ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു അപ് ടു 16 GB വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇനി അത് എത്രയാണ് യൂസിംഗ് എന്ന് അറിയാൻ വേണ്ടി ഷോ മെമ്മറി സെറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റും 3.7 GB ഔട്ട് ഓഫ് 8+8 GB അവൈലബിൾ. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും എത്ര യൂസ്ഡ് ആണ് കാര്യങ്ങളെന്നൊക്കെ. ഇപ്പോൾ നമുക്ക് അറിയാം, ഇവിടെ കണ്ടല്ലോ നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ മെസ്സേജസ് ആപ്പൊക്കെ ആണെങ്കിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. ഇനി അത് വായിക്കാൻ പറ്റാണ്ട് അങ്ങനെ ബ്ലർ ആപ്പ് റിവ്യൂസ് കൊടുക്കുക. എല്ലാ ആപ്പ് ഇപ്പോൾ സെറ്റിംഗ്സ്, ഞാനിപ്പോൾ സെറ്റിംഗ്സ് നമുക്ക് കാണാം കേട്ടോ. സെറ്റിംഗ്സിനകത്താണ് നമ്മൾ കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഓക്കെ, സോ ഞാൻ സെറ്റിംഗ്സ് ഒന്ന് ബ്ലർ ചെയ്യാൻ പോവാം. യെസ്, ഓക്കെ. ഇനി ഞാൻ നെക്സ്റ്റ് ടൈം ഞാൻ സെറ്റിംഗ്സ് എടുത്തിട്ട് റീസൺസ് നോക്കിയോ കണ്ടോ, സെറ്റിംഗ്സ് ബ്ലർ ചെയ്തിട്ട് ഒരു ലോക്ക്, പ്രൈവസി പോലത്തെ ഒരു ലോക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള നൈസ് കസ്റ്റമൈസേഷൻസ് കുറെ നമുക്ക് അവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഹോം സ്ക്രീനിലെ ലേ ഔട്ട് 4:6 വേണോ, 5:6 ആണെങ്കിൽ മാക്സിമം ആപ്സ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ 4:6 ത്രോണുള്ളത്. ഇനി 5:6 എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഇനിയൊരു സെറ്റപ്പ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൺ ദ ഹോം സ്ക്രീൻ. ആൻഡ് നെക്സ്റ്റ് ഇതിനകത്ത് മാക്സിമം പെർഫോമൻസിന് വേണ്ടിയുണ്ടല്ലോ നമുക്ക് ഇത് പെർഫോമൻസ് മോഡ് ഉണ്ട്. ഇച്ചിരി ഫോൺ വാം ആവും, അതേപോലെ തന്നെ ബാറ്ററി കൺസംഷൻ കുറച്ച് ഹൈ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഹൈ പവർ വേണ്ട ഗെയിമിങ്, ആഡ് ബെഞ്ച്മാർക്ക് അങ്ങനത്തെ ഒക്കെ റൺ ചെയ്യും ജസ്റ്റ് ഇട്ടുമെങ്കിൽ നല്ല മാക്സിമം പെർഫോമൻസ് നമ്മുടെ ഫോണിന് കിട്ടും. ഇനി ഏറ്റവും പവർ കുറച്ച് കൺസ്യൂം ചെയ്യുന്നത് സേവ് ബാറ്ററി എന്ന മോഡുണ്ട്. ജസ്റ്റ് ഇതിനകത്ത് ഇട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഏറ്റവും കുറവ് ബാറ്ററി ആയിരിക്കും കൺസ്യൂം ചെയ്യുള്ളൂ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഫൈനലി നമുക്ക് നമ്മുടെ ക്യാമറാസ് നോക്കാം. ജസ്റ്റ് ഇതാണ് നമ്മുടെ ക്യാമറാസ് വരിക. ആൻഡ് സ്റ്റാർട്ടിംഗ് ഓഫ് നമുക്ക് ഡോക്യുമെന്റ്സ് മോഡ് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഒറിജിനൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻഹാൻസ്ഡ് മോഡ്സ് കുറച്ച് വരുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി അവിടെ തന്നെ ഫ്ലാഷ്, ആസ്പെക്ട് റേഷ്യോ, പ്രൊട്ടക്റ്റീവ് വാട്ടർമാർക്ക്, ഗൈഡ് ലൈൻസ്, മാക്രോ മോഡ്സ് ഒക്കെ അതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. 0.6x, 1x, 2x, 4x തന്നെ ഇത്രയോ സംഭവം എടുക്കാൻ പറ്റും. ആൻഡ് ഈവൻ 10x വരെ നമുക്ക് ഡോക്യുമെന്റ്സ് വരെ സ്കാൻ. ഇനി നമ്മുടെ 200 MB മോഡ്, ഓക്കെ, അതോടെ അവൈലബിൾ ആണ്. ആൻഡ് അതിനകത്ത് നമുക്ക് കുറച്ച് ലിമിറ്റഡ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വോയിസ് ഷട്ടറിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് വീഡിയോയ്ക്ക് നമുക്ക് ഇവിടെയാണ് ഓപ്ഷൻസ് വരിക. കണ്ടോ, സ്റ്റഡി വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കണ്ടോ 180p മാത്രമേ പറ്റുള്ളൂ. 60 ആകും. 180p അറ്റ് 30 FPS മാത്രമാണ് നമുക്ക് സ്റ്റഡി വീഡിയോ ഉള്ളൂ. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അറിയാൻ പറ്റും 4K അറ്റ് 30 ആണ് നമുക്ക് റെക്കോർഡിംഗ് മാക്സിമം പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാക്രോ മോഡ് ഉണ്ട്. മാക്രോ മോഡ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. 720p അറ്റ് 30 FPS ആണ് നമുക്ക് മാക്രോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, റിയലി കൂൾ. ആൻഡ് ദെൻ വീഡിയോ തന്നെ നമുക്ക് ഇവിടുത്തെ ഫിൽറ്റേഴ്സിനുള്ള ഓപ്ഷൻ, ബ്യൂട്ടിഫൈ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് നമുക്ക് ഇവിടെ കുറച്ച് മോഡ്സ് ഉണ്ട്. ഫ്ലാഷ്, ആസ്പെക്ട് റേഷ്യോ, HDR, ഗ്രിഡ് ലൈൻസ് ഒന്ന് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു കണ്ടോ, ഒരു ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതെ ആ ഒരു ലൈൻ വന്നാൽ മാത്രമേ ഗ്രിഡ് ലൈൻസ് ഉദ്ദേശിച്ചത്. ആൻഡ് നെക്സ്റ്റ് AI ക്യാമറ, മാക്രോ മോഡ്, ടൈമർ, വോയിസ് ഷട്ടർ, ടിൽറ്റ് ഷിഫ്റ്റ്, ടൈമർ ബേസ്റ്റ്, അസിസ്റ്റ് ക്യാം, വാട്ടർമാർക്ക്, ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. ആൻഡ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും കുറേ ബ്യൂട്ടിഫൈ മോഡ്സ് ആൻഡ് ഫിൽറ്റർ മോഡ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ 0.6x, 1x, 2x, 4x ആൻഡ് മാക്സിമം ടു 10x വരെ നമുക്ക് പോകാൻ പറ്റും. ആൻഡ് ദെൻ ദ പോർട്രേറ്റ് മോഡ്, ഇവിടെ തന്നെ നമുക്ക് ബൊക്കെ അഡ്ജസ്റ്റ്മെന്റ്, ദാറ്റ് മീൻസ് ബ്ലർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ അഗെയിൻ ബ്യൂട്ടി മോഡ് ആൻഡ് ഫിൽറ്റർ മോഡ്. ആൻഡ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ആൻഡ് ദെൻ നൈറ്റ് മോഡ്, ഡെഡിക്കേറ്റഡ് നൈറ്റ് മോഡ് അവിടെ അവൈലബിൾ ആണ്. ആൻഡ് ദെൻ ഇൻ മോർ അത് നമുക്ക് ആദ്യം പ്രോ മോഡ്, അപ്പേർച്ചർ, ഐസോ, വൈറ്റ് ബാലൻസ് ഒക്കെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രോ മോഡ് ഉണ്ട് അവിടെ, അതും അൾട്രാ വൈഡും വൈഡ് ആംഗിളും എടുക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് പനോരമ മോഡ്, ഷോർട്ട് ഫിലിം മോഡ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, AI വാട്ടർമാർക്ക്, ലോങ് എക്സ്പോഷർ മോഡ്, ഇത്ര മോഡ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഈ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണ് 180p അറ്റ് 60 FPS ആണ് നമുക്ക് ഫ്രണ്ട് ക്യാമറ റെക്കോർഡിംഗ് വരുന്നത്. ആൻഡ് സ്റ്റെബിലൈസേഷൻ മോഡ് അവൈലബിൾ അല്ല. ആൻഡ് ദാറ്റ്സ് ഇറ്റ് റിഗാർഡിംഗ് ദ ടിപ്സ്.
tricks, hidden features, and settings mark video of the Redmi Note 13 Pro Plus. So guys, that's it for today. Signing off. It's Phone Mania.